റഷ്യ എണ്ണ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇറാനിൽ നിന്ന് വാങ്ങും. പക്ഷെ പ്രശ്നം അതല്ല, വലിയ വിലയാവുന്നേ. നമ്മൾ ഇറാനിൽ നിന്നാണ് എണ്ണ വാങ്ങാൻ പോവുകയാണെങ്കിൽ വലിയ വിലയാകും. ഇന്ത്യ മുന്നറിയിപ്പ് പറയുകയാണ്. എവിടെ ലോക സമ്മേളന US-ഉമായിട്ടുള്ള ചർച്ചയിലാണ് പീയൂഷ് ഗോയൽ, നമ്മൾ വാണിജ്യമന്ത്രി, റഷ്യ എണ്ണ വാങ്ങിക്കണമെന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞ് US ബഹളം ഉണ്ടാക്കുമ്പോൾ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും വാങ്ങേണ്ടി വന്നാൽ ഇന്ത്യ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക. പ്രധാന എണ്ണ ഉൽപ്പാദകരായ റഷ്യ, ഇറാൻ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒരേ സമയം നടക്കാതെ വന്നാൽ, ഈ ഇറക്കുമതി പല സ്ഥലത്തു നിന്നാണല്ലോ, എണ്ണവില കുതിച്ചു വരുന്ന ആശങ്കയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ US-ൽ നടക്കുന്ന വ്യാപാര ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തിൽ ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അതേസമയം 19 എണ്ണ ഇറാനിൽ നിന്നുള്ള 2019 ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായി, 5-6 വർഷമായി ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ എടുക്കുന്നില്ല. റഷ്യൻ എണ്ണയുടെ പേരിലാണ് ഇന്ത്യക്കെതിരെയുള്ള തീരുവ US ഇരട്ടിയാക്കിയത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലേ വ്യാപാര ചർച്ച ഫലവത്താകൂ എന്ന് തന്നെയാണ് US-ൻ്റെ നിലപാട്. നിങ്ങൾ റഷ്യയിൽ നിന്ന് ഒരുപാട് എണ്ണ വാങ്ങരുത്, നിങ്ങൾ ഇറാനിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണ്. അമേരിക്കൻ പ്രകൃതിവാതകം എണ്ണ, പിന്നെ പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി കൂട്ടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നെന്നും കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരെ നീങ്ങാൻ ലക്ഷ്യമില്ല, യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനാണ് ശ്രമം. അതേസമയം റഷ്യയ്ക്ക് വില കൂടുതൽ കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് ഉക്രൈനെ ആക്രമിക്കാൻ വലിയ പണം കിട്ടുന്നു എന്നുള്ളതാണ് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറയുന്നത്. നിങ്ങൾ ഒരു ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന വ്യക്തിക്കാണ് ഇതിലൂടെ പണം ലഭിക്കുന്നത്. റഷ്യയ്ക്ക് എണ്ണ വാങ്ങിക്കൂട്ടുമ്പോൾ, ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ റഷ്യയ്ക്ക് കിട്ടുന്ന പണം ഉക്രൈനിലെ 10,000ങ്ങളെ കൊല്ലുവാനാണ് ആ പണം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എണ്ണ വാങ്ങരുതെന്നാണ്, അല്ലെങ്കിൽ ഓയിലും പ്രകൃതിവാതകവും ഒന്നും വാങ്ങരുതെന്നാണ് അമേരിക്ക ഇന്ത്യയെ താക്കീത് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമുക്ക് തീരുവ വരെ കൂട്ടി, നമുക്ക് പ്രതിരോധം വരെ ഏർപ്പെടുത്തി. പക്ഷേ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചാൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ വിപണിയിൽ വീണ്ടും വില കൂടും. അതുകൊണ്ട് തന്നെ അതും പറ്റുന്നില്ല. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പീയൂഷ് ഗോയൽ അവിടെ അമേരിക്കയിലുണ്ട്, അദ്ദേഹം ചർച്ചകൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്കെടുക്കാം.